വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മളിതാ ഓരോ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് റിവിഷൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം വേണ്ട ചാപ്റ്റർ റിവിഷൻ ആണ് നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് മിസ്സിന് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ഏതൊക്കെയാണ് സൈക്കിളിൽ വരുന്നത്, എങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത്, അതിൻ്റെ ഓരോ സ്റ്റേജസ് മൈറ്റോസിസ് മിയോസിസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നോക്കാം. വാട്ട് ഈസ് സെൽ സൈക്കിൾ? നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പ്രോകാരിയോട്ടിക് സെൽ ഉണ്ട്, യൂകാരിയോട്ടിക് സെൽ ഉണ്ട്. യൂകാരിയോട്ടിക് സെല്ലിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ പല കൈൻഡ് ഓഫ് സെല്ലിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എങ്കിലും ഏതൊരു ലൈഫ് ഫോം നിലനിന്ന് പോകണമെങ്കിലും നമ്മൾ വളരുന്നുണ്ട് അല്ലെ, ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുകയും വേണം. ഇപ്പം സെൽ ഗ്രോത്തിനും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ആണെന്ന് പറയുന്നത്. സോ ഓൾ സെൽസ് റീപ്രൊഡ്യൂസ് ബൈ ഡിവൈഡിങ് ഇൻ ടു ടു വിത്ത് ഈച്ച് പാരന്റൽ സെൽ ഗിവിംഗ് റൈസ് ടു ടു ഡോട്ടർ സെൽസ് ഈച്ച് ടൈം ദേ ഡിവൈഡ്. ശരിയല്ലേ? ഓരോ സെല്ലും മുറിഞ്ഞ് രണ്ടായി മാറുന്നുണ്ട്. അങ്ങനെയാണ് പുതിയ സെല്ല് ഉണ്ടാവുന്നത്. ഓൾറെഡി നമ്മൾ സെൽ തിയറിയിൽ റുഡോൾഫ് വിർഷോ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒംനി സെല്ലുല, ഈ സെല്ലുല, ഓൾ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ബൈ ദ ഡിവിഷൻ ഓഫ് സെൽ. സോ ദീസ് ന്യൂലി ഫോംഡ് ഡോട്ടർ സെൽസ് ക്യാൻ ദംസെൽസ് ഗ്രോ ആൻഡ് ഡിവൈഡ്. ഇങ്ങനെ വിഭജിച്ച് വരുന്ന കോശങ്ങൾക്ക് സ്വന്തമായിട്ട് വളരാനും വീണ്ടും വിഭജിക്കാനുമുള്ള കഴിവുണ്ട്. ആൻഡ് ഗിവിംഗ് റൈസ് ടു എ ന്യൂ സെൽ പോപ്പുലേഷൻ ദാറ്റ് ഇസ് ഫോംഡ് ബൈ ദ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ ഓഫ് സിംഗിൾ പാരന്റ് സെൽ ആൻഡ് ഇറ്റ്സ് പ്രോജനി. അപ്പോൾ ആ സിംഗിൾ പാരന്റ് സെൽ എന്ത് ചെയ്യാണ്? നേരെ ഡിവൈഡ് ചെയ്ത് പുതിയ ഫോർമുലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നോർമൽ സെൽ സൈക്കിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് ഡിവിഷൻസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് നോക്കാം. The sequence of events by which cell duplicates its genome, synthesizes the other constituents of the cell and eventually divide into two daughter cell is termed as cell cycle. ഈ ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒക്കെ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചില ഇൻ ബിറ്റ്വീൻ ലൈൻസ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബോർഡ് എക്സാമിന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വിജിലൻ്റ് ആയിരിക്കണം. സോ ഇവിടെ പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ബൈ വിച്ച് a cell duplicates its genome, synthesize other constituent of the cell and eventually divide into two daughter cell. അല്ലേ? ഒരു സെല്ല് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ സെല്ലിൻ്റെ ഉള്ളിൽ ജീനോം, ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? സെല്ലിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നു. എന്നിട്ടാണ് അവർ ഡിവിഷനിലേക്ക് പോകുന്നത്. ആ ഡിവിഷനിൽ പുതിയ 2 ഡോട്ടർ സെല്ലിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ആദ്യം സെല്ലിന് വേണ്ട, അതായത് ഒരു സെല്ല് 2 സെല്ല് ആവുന്നതിന് മുന്നേ ജീനോം ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേഷൻ നടന്നാലാണ് ഒരു വലിയ സെല്ല് അതിനെ ഇരട്ടിച്ചിട്ട് കഴിഞ്ഞ് മാത്രമേ 2 എണ്ണം പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിൽ വേണ്ട എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ജീനോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഡിവൈഡ് ചെയ്ത് 2 പുതിയ ഡോട്ടർ സെല്ലായിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സെൽ സൈക്കിൾ എന്ന്. All these processes, that is cell division, DNA replication and cell growth, hence have to take place in a coordinated way to ensure correct division and formation of progeny cells containing intact genome. അല്ലേ? ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന എന്താണ്? സെൽ ഡിവിഷൻ ആണ്. സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ DNA റെപ്ലിക്കേഷനും സെൽ ഗ്രോത്തും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ദേ ഹാവ് ടേക്ക് പ്ലേസ് ഇൻ കോർഡിനേറ്റഡ് വേ ടു എൻഷുർ കറക്റ്റ് ഡിവിഷൻ. എല്ലാവരും ചേർന്നൊരു കോർഡിനേറ്റഡ് ആയിട്ടാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അങ്ങനെയാണ് ഇവർ പ്രോജനി സെൽസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെയൊക്കെ ജീനോമിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് പറയാം. സോ സെൽ സൈക്കിളുടെ ഫേസസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹ്യൂമന് 24 മണിക്കൂറാണ് വേണ്ടത്. ഈസ്റ്റിന് അല്ലെങ്കിൽ സെക്കറോമൈസിഡ്സിന് വെറും 90 മിനിറ്റിൽ സെൽ സൈക്കിൾ നടത്താം. സോ ഒരു ഹ്യൂമൻ സെല്ല് ഡിവൈഡ് ചെയ്യാൻ ഒരു ദിവസം 24 മണിക്കൂർ വേണം. എന്നാൽ ഒരു ഈസ്റ്റ് സെല്ലിന് ഡിവൈഡ് ചെയ്യാനോ വെറും 90 മിനിറ്റ് 90 മിനിറ്റ്സ് മാത്രം മതി. അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി സെൽ സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 2 ഫേസസ് പഠിക്കും. ഒന്ന് ഇൻ്റർ ഫേസും ഒന്ന് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ്. ഈ മൈറ്റോസിസ് ഫേസിനെയാണ് നമ്മൾ ഡിവിഷൻ ഫേസ് എന്ന് പറയുക.
ഡിവിഷൻ ഫേസ് എന്ന് പറയുന്ന എം ഫേസ് ആണ്. അതിന് മുന്നേയുള്ള ഇന്റർഫേസ്. അപ്പം സെൽ സൈക്കിളിലെ ഒന്നാമത്തെ ഫേസ് ഇന്റർഫേസ് ആണ്, രണ്ടാമത്തെ ഫേസ് എം ഫേസ് ആണ്. ഈ 1, 2 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ സൈക്കിളായിട്ടാണ് നടക്കുകയാണ്. അതിൽ ആദ്യത്തേത് ഇന്റർഫേസ് റെപ്രസെന്റ് ഫേസ് ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അത് വീണ്ടും എന്തായി 2 ഡോട്ടർ സെല്ലായി. അത് വീണ്ടും ഡിവിഷനിലേക്ക് പോകുന്നതിന് മുന്നേയുള്ള ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇന്റർഫേസ് റെപ്രസെന്റ് ദ ഫേസ് ഇൻ ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസ്. 2 എം ഫേസുകൾ തമ്മിൽ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഇടയിലുള്ള ഫേസിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയിലുള്ള ഫേസ് ഇന്റർഫേസ് എന്ന പേര് നമ്മൾ കൊടുക്കുന്നത്. എം ഫേസ് എന്ന് പറഞ്ഞാലോ അത് മൈറ്റോസിസ് ഫേസ് ആണ്. ദാറ്റ് ഈസ് ദ ഡിവിഷൻ ഫേസ്. റെപ്രസെന്റ് ദ ഫേസ് വെൻ ആക്ച്വൽ സെൽ ഡിവിഷൻ ഓർ മൈറ്റോസിസ് ഒക്കർ. ഇവിടെ വെച്ചിട്ടാണ് മൈറ്റോസിസ് അല്ലെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ സെൽ സൈക്കിളിൻ്റെ ഡയഗ്രാമാണ്. ഈ ഡയഗ്രാം ഇതുപോലെ തന്നെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ G1 ആയിരിക്കും ഒഴിവാക്കുക, S ആയിരിക്കും ഒഴിവാക്കുക. അപ്പം ഇത് ലേബൽ ചെയ്യാൻ നല്ലോണം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ഇത്രയും ഭാഗത്ത് മിസ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കണേ. അയ്യോ, ഇത്രയും ഭാഗത്ത് നമ്മൾ കാണുന്ന ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കാണുന്ന ഈ ഫേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എം ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ ഇന്റർഫേസ്, ഈ ചെറിയ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? എം ഫേസ് ആണ്, ഡിവിഷൻ ഫേസ് ആണ്. ഓക്കെ അല്ലേ? റെഡിയാണോ? ഓക്കെ. ഇനി അടുത്ത് നോക്കണേ. ഈ ഇന്റർഫേസിൽ തന്നെ 3 ഗ്യാപ്പ് ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേത് G1 ഫേസ്, അത് കഴിഞ്ഞ് S ഫേസ്, പിന്നെ കാണുന്നതാണ് G2 ഫേസ് എന്ന് പറയുന്നത്. സോ ഇന്റർഫേസിന്റെ തന്നെ സബ് ഡിവിഷൻ ആണ് ഇത്. ആദ്യത്തേത് G1 ഫേസ്, ദെൻ S ഫേസ്, പിന്നെ നമുക്ക് G2 ഫേസ് കാണാൻ പറ്റും. ക്ലിയർ? അത് കഴിഞ്ഞിട്ടാണ് എം ഫേസിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എം ഫേസ് എന്ന് പറയുമ്പോൾ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലോ. മിസ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ വയലറ്റ് കളറിൽ ഉള്ള ഭാഗം അല്ലെങ്കിൽ മിസ് ഇപ്പൊ യെല്ലോ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം, ഉണ്ടല്ലോ, യെസ്, ഈ ഫേസിനെ നമ്മൾ പറയുന്നത് കാരിയോകൈനസിസ്. കാരണം എം ഫേസിൽ 2 ഫേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കാരിയോകൈനസിസ്, രണ്ടാമത്തേതാണ് സൈറ്റോകൈനസിസ്. അപ്പൊ നമ്മൾ ഇന്റർഫേസ് പറഞ്ഞു, G1 ഫേസ്, S ഫേസ്, G2 ഫേസ് ആണ്. ഡിവിഷൻ ഫേസ് ആണ് എം ഫേസിന് 2 ഫേസ് ആണുള്ളത്. ഒന്ന് കാരിയോകൈനസിസ്, രണ്ടാമത്തേത് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻ. കാരിയോ, പ്രൊകാരിയോ, യൂകാരിയോ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു, ആ ഫേസ് ആണ് കാരിയോകൈനസിസ്, കറസ്പോണ്ടിങ് ടു സെപ്പറേഷൻ ഓഫ് ഡോട്ടർ സെൽ ക്രോമസോം. അപ്പം ആദ്യം ഈ ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് എന്ത്? കാരിയോകൈനസിസ്. അത് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സൈറ്റോകൈനസിസ്, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. സോ എം ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസിൽ 2 ഘട്ടമുണ്ട്. ആദ്യം നടക്കുന്നത് കാരിയോകൈനസിസ്, ദാറ്റ് മീൻസ് ന്യൂക്ലിയസ് ഡിവിഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സൈറ്റോകൈനസിസ്. അവിടെയാണ് എന്ത് നടക്കുന്നത്? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്താലാണ് എൻ്റയർ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് പുതിയ ഡോട്ടർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്റർഫേസിലെ ഓരോ ഘട്ടങ്ങളും നോക്കാം. ദ ഇന്റർഫേസ് റെപ്രസെന്റ് ദ ഫേസ് ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസ്. ഞാൻ പറഞ്ഞു, ഒരു ഡിവിഷൻ നടന്നു കഴിഞ്ഞ് അടുത്ത ഡിവിഷനിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മോർ ദാൻ 95% ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ സെൽ. ഇവിടെയാണ് പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ് ഒക്കെ നമ്മൾ പറയും. കാരണം ഇവിടെയാണ് സെല്ല് ഡിവിഷന് വേണ്ടി ഒരുങ്ങുന്ന സമയം. ഒരു സെല്ല് അത് മുറിഞ്ഞ് 2ആയി പോകുന്നതിന് മുന്നേയുള്ള ഒരു പ്രിപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു ഒരുക്കത്തിൻ്റെ ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഏകദേശം ഒരു സെല്ലിൻ്റെ 95% ഡ്യൂറേഷനിലും അവർ ഇന്റർഫേസിലായിരിക്കും ഉണ്ടാവുക.
റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് നോ അപ്പാരന്റ് ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് എ ടൈം ഡ്യൂറിംഗ് വിച്ച് സെൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ ബൈ അണ്ടർഗോയിങ് ബോത്ത് സെൽ ഗ്രോത്ത് ആൻഡ് DNA റെപ്ലിക്കേഷൻ ഇൻ ആൻ ഓർഡർലി മാനർ. ഇന്റർഫേസിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും പ്രിപ്പറേറ്ററി ഫേസ്. പ്രിപ്പറേറ്ററി ഫേസ് എന്നും കൂടെ നമ്മൾ പറയും ഇന്റർഫേസിന്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയുള്ള ഒരുക്കത്തിൻ്റെ ഘട്ടമാണ് എന്താ ഇന്റർഫേസ് എന്ന് നമ്മൾ പറയുന്നത്. റെഡി? ഇനി ഇന്റർഫേസിൽ തന്നെ നമ്മൾ പറഞ്ഞു 3 ഘട്ടമായിട്ടാണുള്ളത്. ആദ്യത്തേത് G1 ഫേസ് ആണ്, രണ്ടാമത്തേത് S ഫേസ്, മൂന്നാമത്തേത് G2 ഫേസ്. അപ്പം ആദ്യം നമുക്ക് G1 ഫേസ് നോക്കാം. G1 ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 1 ഫേസ്. G1 ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 1 ഫേസ് എന്നാണ് പറയുക. പ്രീ സിന്തസിസ് ഫേസ്, പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. അതായത് ഒരു സിന്തസിസ് DNA സിന്തസൈസ് നടക്കുന്നതിന് മുന്നേയുള്ള ഫേസ് ആയതുകൊണ്ട് ഗ്യാപ്പ് 1 ഫേസിനെ നമ്മൾ പ്രീ സിന്തസൈസിങ് ഫേസ് എന്ന് പറയും. കാരണം S ഫേസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഫേസ് ആണ്. ഇവിടെയാണ് DNA സിന്തസിസ് നടക്കുന്നത്. അപ്പം ആ ഒരു സിന്തസിസ് നടക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള ഘട്ടമായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഗ്യാപ്പ് 1 ഫേസിന് പ്രീ സിന്തസിസ് ഫേസ് എന്ന് പറയും. ഇനി ഈ ഗ്യാപ്പ് 1 ഫേസ് എന്ന് പറഞ്ഞാൽ M ഫേസ് കഴിഞ്ഞ പാടെ വരുന്ന ഫേസ് അല്ലേ? ഇവിടെ നോക്ക്, സൈറ്റോകൈനസിസ് കഴിഞ്ഞ് ആദ്യം വരുന്ന ഫേസാണ് G1 ഫേസ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയും. സോ ഗ്യാപ്പ് ഫേസ് 1 അല്ലെങ്കിൽ G1 ഫേസ് എന്ന് പറഞ്ഞാൽ അത് പ്രീ സിന്തസിസ് ഫേസ് ആണ്, അതുപോലെ തന്നെ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസും ആണ്. ഞാൻ പറഞ്ഞു S എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ഫേസ് ആണ്. G2ലേക്ക് വരുമ്പോഴോ അത് ഗ്യാപ്പ് 2 ആണ്. G2 എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 2 ഫേസ് ആണ്. പോസ്റ്റ് സിന്തസിസ് ആൻഡ് പ്രീ മൈറ്റോട്ടിക് ഫേസ് നേരെ ഓപ്പോസിറ്റ് ആയി. സിന്തസിസ് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആയതുകൊണ്ട് നമ്മൾ പറയും പോസ്റ്റ് സിന്തസിസ് ഫേസ്. ആൻഡ് ഇവരെന്താണ്? മൈറ്റോസിസിന് തൊട്ട് മുന്നേയുള്ള ഫേസ് ആയതുകൊണ്ട് പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിംസ് ആണ്. 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം, അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കാം. അതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. സിന്തസിസ് ഫേസ് എന്നാണ് നമ്മൾ S ഫേസിനെ പറയാം. മറ്റേതൊക്കെ ഗ്യാപ്പ് ഫേസ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം ഓരോ ഫേസിൽ എന്തൊക്കെ നടക്കുന്നു എന്ന്. G1 ഫേസിൽ it corresponds to interval between mitosis and initiation of DNA replication. During G1 phase, cell is metabolically active and continuously grow but does not replicate its DNA. സെല്ല് നല്ല രീതിയിൽ മെറ്റബോളിക്കലി ആക്റ്റീവായ ടൈമാണ് G1 ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള ഫേസാണ് G1 ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? മൈറ്റോസിസിൻ്റെയും സിന്തസിസ് ഫേസിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫേസ്, ഇൻ്റർവെൽ ഫേസാണ് G1 ഫേസ് എന്ന് പറയുന്നത്. S ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേര് ഓർത്ത് വെക്കണം. ഒന്ന് സിന്തസിസ് ഫേസ്, ആൻഡ് ഇവിടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി S ഫേസ് ഇൻ ദ ഇന്റർഫേസ്. ഇന്റർഫേസിലെ S ഫേസിൽ വെച്ചിട്ടാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് സിന്തസിസ് ഫേസ് മാർക്ക് പീരീഡ് ഡ്യൂറിംഗ് വിച്ച് DNA സിന്തസൈസ് ഓർ DNA റെപ്ലിക്കേഷൻ. DNA സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കുക. ഡ്യൂറിംഗ് ദിസ് ഫേസ് എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾ. ദെൻ ഇറ്റ്സ് ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA is denoted as 2C, then it increases to 4C. നമ്മുടെ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് ആണുള്ളത്. 46 ക്രോമസോംസ് ആണുള്ളത്. അതറിയാലോ. ഈ ക്രോമസോംസ് എന്ത് ചെയ്യും? ഇൻറ്റു 2 ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് ഇവർ ഡിവിഷനിലേക്ക് പോകുന്നത്. എന്നാലല്ലേ 92 വീണ്ടും പകുതി ആയാൽ മാത്രമേ പുതിയ ഉണ്ടാവുന്ന ഡോട്ടർ സെല്ലിനും 46 തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ക്രോമസോം ഇരട്ടിക്കുന്ന ഘട്ടമാണെന്ത്? S ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇരട്ടിച്ചാൽ മാത്രമേ ഉണ്ടാവുന്ന ഡോട്ടർ സെല്ലിലും പ്രോപ്പർ 46 കൗണ്ട് കിട്ടുകയുള്ളൂ. സോ 4C എന്ന് പറയുന്നതാവുന്നു, 2C എന്ന് പറയുന്നത് 4C. ഇരട്ടിക്കുന്ന ഫേസ് ആണെന്ത്? S ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. There is no increase in chromosome number if the cell has diploid or 2n number of chromosome at G1. Even after S phase, the number of chromosome remain the same, that is 2n എന്ന് പറയുന്നത്. കാരണം ഒരു സെല്ല് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും, അത് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഡിപ്ലോയിഡ് കണ്ടീഷനിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിന്തസിസ് ഫേസ് അവിടെ നടക്കുന്നത്. ഇൻ ആനിമൽ സെൽ ഡ്യൂറിങ് S phase, DNA replication begin in the nucleus and centriole duplicate in the cytoplasm. അപ്പം
ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. DNA റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവരാണ് സെൽ ഡിവിഷന് വലിയ റോളുള്ള ആൾക്കാർ. ഇനി G2 ഫേസ്. ഇത്രയും കാര്യങ്ങൾ അവിടെ DNA സിന്തസിസ് തുടങ്ങുമ്പോൾ സെൻട്രിയോള് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്തത് G2 ഫേസ് ആണ്. നമ്മൾ പറഞ്ഞു പോസ്റ്റ് സിന്തസിസ് ഫേസ് ആൻഡ് പ്രീ മൈറ്റോട്ടിക് ഫേസ് ആണ്. പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് വൈൽ സെൽ ഗ്രോത്ത് കണ്ടിന്യൂ. സെല്ലിൻ്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? G2 ഫേസിലാണ്. ഗ്യാപ് 2 ഫേസ് എന്ന് നമ്മൾ പറയും. ഇതോടുകൂടെ ഇന്റർഫേസ് കഴിഞ്ഞു. എന്നാൽ ഒരു ഫേസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, G0 ഫേസ്. ഇത് കണ്ടോ, G0 ഫേസ്. ഈ G0 ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വിസന്റ് സ്റ്റേജ്. ക്വിസന്റ് സ്റ്റേജ് എന്ന് നമ്മൾ പറയും. അതായത് സെൽ നോ ലോങ്ങർ proliferate unless called on to do so depending on the requirement of the organism. Some cell permanently exit. അതായത് ഈ G0 ഫേസ് എന്ന് പറഞ്ഞാൽ ക്വിസന്റ് സ്റ്റേജ് ആണ്. ഇവർ പിന്നെ എന്ത് ചെയ്യില്ല? നോ ഫർദർ ഡിവൈഡ്. ഇവര് ഡിവിഷനിലേക്ക് പോവാതെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ സെല്ല് ഇൻ്റർഫേസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഡിവിഷനിലേക്ക് പോകുന്നില്ല എങ്കിൽ അവർ നേരെ G0 ഫേസിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇവർ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, ബട്ട് ദേ ആർ നോട്ട് ഫർദർ ഗോയിങ് ടു ഡിവൈഡ്. പിന്നീട് ഡിവിഷനിലേക്ക് പോകുന്നില്ല. ഡിവിഷൻ ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ദ ക്വിസന്റ് സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോളൂ, G0 സ്റ്റേജ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു ഭാഗമാണ്. 1 മാർക്കിന് ചോദ്യം വരും, പഠിച്ചു വെക്കണം. ക്വിസന്റ് സ്റ്റേജ് ആണ്. സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, ബട്ട് ദേ ഡു നോട്ട് കെയർ ഫർദർ ടു ഡിവൈഡ്. ആൻഡ് അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഹാർട്ട് സെൽസ് പഠിച്ചു വെക്കുക. ഹാർട്ട് സെൽസ് ആണ് എന്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. റെഡി? യെസ്. അപ്പോൾ ഇന്റർഫേസ് നമ്മൾ പറഞ്ഞു. മെനി അതർ സെൽ ഡിവൈഡ് ഓൺലി ഒക്കേഷണലി ആസ് നീഡഡ് ടു റീപ്ലേസ് സെൽ ദാറ്റ് ഹാവ് ബീൻ ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇഞ്ചുറി ഓർ സെൽ ഡെത്ത്. ദീസ് സെൽസ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ എക്സിറ്റ് G1 ഫേസ് ടു എൻ്റർ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ് കോൾഡ് ക്വിസന്റ് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ. ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, ബട്ട് ഡിവിഷനിലേക്ക് അവർ പോകുന്നില്ല. Animals, mitotic cell division is only seen in the diploid somatic cell. However, there are few exceptions to this where haploid cell divide by mitosis. For example, male honeybees. അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് സൊമാറ്റിക് സെൽസും ഉണ്ട്, സെക്സ് സെൽസും ഉണ്ട്. അപ്പോൾ ഈ സൊമാറ്റിക് സെൽസിലാണ് മൈറ്റോസിസ് ഡിവിഷൻ നടക്കുക, ഇക്വേഷണൽ ഡിവിഷൻ നടക്കുന്നത്. ആൻഡ് ഇവിടെ ചില സമയത്ത് ഹാപ്ലോയിഡ് സെൽസോ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യാറുണ്ട്. മെയിൽ ഹണി ബീസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതായത് ഹാപ്ലോയിഡ് കണ്ടീഷൻ തന്നെ എന്ത് ചെയ്യുന്നു? ഇരട്ടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെയിൽ ഹണി ബീസിലാണ് ആ ഒരു കണ്ടീഷൻ നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് ഇന്റർഫേസ് സെൽസ് പ്രിപ്പയർ ഫോർ സെൽ ഡിവിഷൻ. റൈറ്റ് 3 phases ഓഫ് ഇന്റർഫേസ്. ഇന്റർഫേസിലെ 3 ഫേസ് നമ്മൾ പറഞ്ഞിരുന്നു. G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ് ആണ്. ആൻഡ് റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് G2 ഫേസ്. G2 ഫേസ് എന്താണ്? സിന്തസിസ് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ്. പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് വൈൽ സെൽ ഗ്രോത്ത് കണ്ടിന്യൂ. സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഫേസും കൂടിയാണ് എന്ത്? G2 ഫേസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് പഠിക്കണം, ഓരോ ഫേസിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. ദെൻ ഒബ്സർവ് ദ ഫിഗർ ഓഫ് സെൽ സൈക്കിൾ ഗിവൺ ബിലോ. സെൽ സൈക്കിൾ തന്നിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് 2022 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കിക്കേ, നെയിം ദ 2 phase ഓഫ് ദ സെൽ സൈക്കിൾ. 2 phase ആണുള്ളത്. ഏതൊക്കെയാ? ഇന്റർഫേസ്, രണ്ടാമത്തെ ഫേസ് M phase. ഐഡന്റിഫൈ ദ സ്റ്റേജസ് A and B ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ A വിട്ടുപോയതാട്ടോ. ശരിക്കും ഇതാണ് A, ഇതാണ് B.
ക്വസ്റ്റ്യനിൽ മാറിപ്പോൾ അതായത് എ എന്ന് പറയുന്നത് എന്താണ് G1 ഫേസ് ആണ്, ബി എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. ഇതുപോലെ എ ബി തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം മനസ്സിലാക്കി വെക്കണം സെൽ സൈക്കിൾ. ഇനി എസ് ഫേസ് ആണെങ്കിൽ സിന്തസിസ് ഫേസ് ആണെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടം വരെ നടക്കുന്നത് കാരിയോകൈനസിസ് ആണ്. ആൻഡ് ഇവിടെ സൈറ്റോകൈനസിസ് ആണ് നടക്കുന്നത്. അത് എം ഫേസിന്റെ ഭാഗമാണ്. അടുത്തത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മിക്ക സെക്കൻഡ് ടേം ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നിങ്ങളോട് മോഡൽ എക്സാമിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ക്വിസന്റ് സ്റ്റേജ് ആൻഡ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ്? ക്വിസന്റ് സ്റ്റേജ് എന്തായാലും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ദ സെൽസ് ഇൻ സ്റ്റേജ് റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് നോ ലോങ്ങർ ഡിവൈഡ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് ബട്ട് ദേ നോ ലോങ്ങർ ഡിവൈഡ്. ആ ഫേസിനെയാണ് നമ്മൾ ക്വിസന്റ് ഫേസ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ് എന്താ? DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA സിന്തസിസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എസ് ഫേസ് എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഇന്റർ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എം ഫേസ് മൈറ്റോസിസ് ഫേസ് ആണ്, അതായത് ഡിവിഷൻ ഫേസ്. ഡിവിഷൻ ഫേസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാരിയോകൈനസിസും ഉണ്ട്, സൈറ്റോകൈനസിസും ഉണ്ട്. അതിൽ കാരിയോകൈനസിന്റെ 4 ഡിഫറെൻറ്റ് സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ക്രോമസോമിൻ്റെ ഡിവിഷനിൽ വരുന്ന ഓരോ ഘട്ടങ്ങളും ഓരോ സ്റ്റേജസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതാണെന്ത്? മൈറ്റോസിസ് ഫേസ് അല്ലെങ്കിൽ എം ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആദ്യം തന്നെ നോക്കാം. ദ മോസ്റ്റ് ഡ്രമാറ്റിക് പീരിയഡ് ഓഫ് സെൽ സൈക്കിൾ, ഇക്വേഷണൽ ഡിവിഷൻ, പ്ലോയിഡി ഓഫ് ദ പാരന്റ് സെൽ ആൻഡ് ഡോട്ടർ സെൽ റിമെയിൻ ദ സെയിം. എപ്പോഴും നിങ്ങൾ ഹയറിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് ഈ മൈറ്റോസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ ഫേസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അതെന്തുകൊണ്ടാണ്? പാരന്റിൽ 46 ക്രോമസോം ഉണ്ടാകും. ഈ പാരന്റ് ഡിവൈഡ് ചെയ്ത് 2 പുതിയ ഡോട്ടർ സെൽ ഉണ്ടാകുമ്പോൾ അതിനും 46 ക്രോമസോം. സോ ഈക്വൽ ആയിട്ട് അവരുടെ ഡിപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്രോമസോമിൻ്റെ നമ്പറിൽ ചേഞ്ച് വരാതെ തന്നെ ഇക്വേഷണലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഫേസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കുക, എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇനി ദർ ഇസ് നോ ക്ലിയർ കട്ട് ഡിവിഷൻ ഇൻ സബ് സ്റ്റേജസ് ഫോളോയിങ് 4 സ്റ്റേജസ്. 4 സ്റ്റേജ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളാം. പ്രോ, മെറ്റ, ആന, ടീലോ. ഇതിങ്ങനെ തന്നെ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. പ്രോ, മെറ്റ, ആന, ടീലോ. പ്രോ, മെറ്റ, ആന, ടീലോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളാം. പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ് ആൻഡ് ടെലോഫേസ്. പ്രോ, മെറ്റ, ആന, ടീലോ. റെഡി? പ്രോ ആയിട്ടുള്ള മെറ്റ അന്നക്കുട്ടിയെ കാണാൻ ടെലിഫോൺ ബൂത്തിൽ പോയി എന്ന് പഠിച്ചു വെക്കുക. പ്രോ ആയിട്ടുള്ള മെറ്റ അന്നക്കുട്ടിയെ കാണാൻ ടെലിഫോൺ ബൂത്തിൽ പോയി എന്ന് പഠിക്കുക. സോ പ്രോ, മെറ്റ, ആന, ടീലോ. ഇങ്ങനെയൊക്കെ ചെറിയ കുറുക്ക് വഴി വെച്ച് പഠിച്ചാൽ മതി. പ്രോ ആയിട്ടുള്ള മെറ്റ അന്നക്കുട്ടിയെ കാണാൻ എവിടെ പോയി? ടെലിഫോൺ ബൂത്തിൽ പോയി എന്ന് പഠിക്കാം. ഇനി നമ്മൾ ഓരോ ഫേസിനെയും നോക്കാം. ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് മൈറ്റോസിസിനെയാണ് നമ്മൾ പ്രോ ഫേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിവിഷൻ ഫേസിൽ കയറി എം ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. എം ഫേസിൽ ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള പ്രോ ഫേസ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസ്. എന്തുകൊണ്ടാണ് ഇവർ ലോങ്ങസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ്. Prophase, which is the first stage of karyokinesis of mitosis, follow the S and G2 phase of interphase. Prophase is marked by initiation of condensation of chromosomal material. The chromosomal material become untangled during the process of chromatin condensation. അപ്പോൾ ഈ G2 ഫേസ് വരെ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഈ നൂല് പരുവത്തിലായിരുന്നു. ഈ നൂല് പരുവം റെപ്ലിക്കേഷനൊക്കെ ചെയ്ത് വീണ്ടും ഇരട്ടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ നിൽക്കുന്ന ഡി എൻ എ എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടൻസ് ചെയ്യാൻ പോവാണ്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ഈ നൂല് പരുവമായിട്ടുള്ളതെല്ലാം എന്തായി മാറുന്നു? 46 ഡിഫറെൻറ്റ് ക്രോമസോമായിട്ട് അലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോ ഫേസ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ഫേസ് ആവാൻ പറയാനുള്ള കാരണം ദ ഇനീഷ്യേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം മെറ്റീരിയൽ.
ഈ നൂല് പരുവമുള്ള DNA ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിലേക്ക് പോവുകയാണ്. ആൻഡ് ക്രോമസോമൽ മെറ്റീരിയൽ ബിക്കം അൺടാങ്കിൾഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ. നൂല് കെട്ടിപ്പിരിഞ്ഞ പോലെ കിടന്നത് എന്ത് ചെയ്യുന്നു? അൺടാങ്കിൾ ചെയ്യുന്നു. ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ. ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഇതിപ്പോൾ സെല്ലാണ് എങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടായിരുന്നു, ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ആകും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോളസ് ഉണ്ട്, അതും ഡിസപ്പിയർ ആയി തുടങ്ങും. അപ്പോൾ ഒരു സെല്ല് ഡിവിഷൻ ഫേസിലേക്ക് പോകുമ്പോൾ അവിടെ ന്യൂക്ലിയർ എൻവലപ്പില്ല, ന്യൂക്ലിയോളസ് ഇല്ല, അതെല്ലാം ഡിസപ്പിയർ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റെഡി? ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോഫേസിൽ നടക്കുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ്? ഡിവിഷൻ ഫേസിൽ ആദ്യം ക്രോമസോം കണ്ടൻസേഷൻ നടക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ. പിന്നെ അവിടെ നമുക്ക് ന്യൂക്ലിയസിനായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ന്യൂക്ലിയർ എൻവലപ്പും അതുപോലെ തന്നെ ന്യൂക്ലിയോലസും ഡിസപ്പിയർ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്രോമസോമൽ മെറ്റീരിയൽ. ക്രോമസോമൽ മെറ്റീരിയൽ കണ്ടെൻസ് ടു ഫോം കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമസോംസ് അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലുള്ള ക്രോമസോം മെറ്റീരിയൽ ഉണ്ട്, ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്ന ക്രോമസോം മെറ്റീരിയൽ, അത് കണ്ടൻസ് ചെയ്ത് മൈറ്റോട്ടിക് ക്രോമസോം ആയിട്ട് മാറുന്നു. ദ സെൻട്രോസോം which had undergone duplication during S phase of interphase now begins to move towards opposite poles. ഈ സെൻട്രോസോം, the centrosome which has undergone duplication, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എസ് ഫേസിൻ്റെ ടൈമിൽ DNA അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ സൈറ്റോപ്ലാസത്തിലെ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ആ സെൻട്രോസോം ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. അതെന്ത് ചെയ്യുന്നു? ഡ്യൂറിങ് എസ് ഫേസ് ഓഫ് ഇൻ്റർഫേസ് നൗ ബിഗിൻസ് ടു മൂവ് ടു ഓപ്പോസിറ്റ് പോൾ. ഇതാണ് നമ്മുടെ സെല്ലെങ്കിൽ ആ സെൻട്രോസോം ഡിവൈഡ് ചെയ്ത് നിൽക്കുമായിരുന്നു അല്ലേ? സെൻട്രോസോം ഒക്കെ ഡിവൈഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്ത് സെൻട്രിയോൾസ് എല്ലാം അതിൻ്റെ സെല്ലിൻ്റെ ഓരോ പോളിലേക്ക് നിൽക്കാൻ തുടങ്ങും. Each centrosome radiates out microtubules called esters. These two esters together with spindle fibers forms mitotic apparatus. Chromosomes are seen to be composed of two chromatids attached together at the centromere. By the end, nuclear membrane, nucleolus, endoplasmic reticulum, Golgi complex will disappear. ഇവിടെ സെൻട്രോസോമിൽ നിന്നും മൈക്രോട്യൂബ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ മൈക്രോട്യൂബ്യൂൾസ് ആയിട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ്, ഇതിനെ നമ്മൾ പറയുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നാണ്. സെൻട്രോസോമിൽ നിന്നും ചെറിയ മൈക്രോട്യൂബ്യൂളുകളായിട്ടുള്ള ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ചെറിയ ചെറിയ ട്യൂബ്യൂളായിട്ടുള്ള എസ്റ്റേഴ്സ് ജോയിൻ ചെയ്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. അങ്ങനെ മൈറ്റോട്ടിക് അപ്പാരറ്റസ് ആകും. ആൻഡ് ക്രോമസോം സീൻ ടു ബി കമ്പോസ്ഡ് ഓഫ് ടു ക്രോമാറ്റിഡ്സ് അറ്റാച്ച്ഡ് ടുഗെദർ അറ്റ് സെൻട്രോമിയർ. By the end, nuclear membrane, nucleolus, endoplasmic reticulum എല്ലാ സെൽ ഓർഗനൽസും പ്രോഫേസിന് എൻഡോടുകൂടെ ഡിസപ്പിയർ ആവാൻ തുടങ്ങും. ഇതാണ് ഏർലി പ്രോഫേസ്. ലേറ്റ് പ്രോഫേസ് ആകുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ നൂല് പോലെ ഇരുന്ന ക്രോമാറ്റിൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ക്രോമസോമായി മാറി. ഇനി അടുത്തത് മെറ്റാഫേസ്. ഇപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്തായി? ഡിസപ്പിയർ ആയി. ഒരു സെല്ലുണ്ട്, സെൻട്രിയോൾ ഉണ്ട്, അവിടെ കുറേ ക്രോമസോംസ് ഇങ്ങനെ നിൽപ്പുണ്ട്. ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല, ഗോൾജി അപ്പാരറ്റസ് ഇല്ല, 46 ക്രോമസോം ഇരട്ടിച്ച് നിൽക്കുകയാണ് ഇപ്പം. Complete disintegration of the nuclear envelope marks the start of the second phase. Condensation of chromosome is completed and observed clearly under microscope. Best stage to study morphology of chromosome. ഇവിടെ ക്രോമസോം കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻസേഷൻ ഒക്കെ നടന്നു. മൈക്രോസ്കോപ്പിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ക്രോമസോമിൻ്റെ മോർഫോളജി കാണാൻ പറ്റുന്ന ഒരു ഫേസാണെന്ത്? മെറ്റാഫേസ്. മെറ്റാഫേസിൽ ക്രോമസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 sister chromatid held together by centromere. ഈ പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഈ ക്രോമസോം എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിൻ്റെ സ്പിൻഡിൽ ഫൈബേഴ്സ്, നേരത്തെ ഞാൻ കാണിച്ച സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ആ സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം നേരെ
ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവർ അറ്റാച്ച് ചെയ്തിട്ട് ക്രോമസോം എല്ലാം മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ നിൽക്കും. ഇക്വറ്റോറിയൽ റീജിയനിൽ ഈ ക്രൊമാറ്റിഡ്സ് എല്ലാം ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അറ്റ് സർഫസ് ഓഫ് സെൻട്രോമിയർ ആർ കോൾഡ് കൈനറ്റോകോർ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഈ ക്രോമസോമിൻ്റെ സൈഡിലായിട്ട് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ കാണാം, അതാണ് കൈനറ്റോകോർ എന്ന്. സോ ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് ദി സർഫസ് ഓഫ് സെൻട്രോമിയർ ആർ കോൾഡ് കൈനറ്റോകോർ. കൈനറ്റോകോർ ടു വിച്ച് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്. കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. മെറ്റാഫേസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ബൈ ഓൾ ക്രോമസോം കമ്മിങ് ടു ലൈ അറ്റ് ദി ഇക്വേറ്റർ. മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് ഈ ക്രോമസോമിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തു. കൈനറ്റോകോറിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. സൈഡിൽ കാണുന്നുണ്ടല്ലോ, ക്രോമസോമിൻ്റെ സൈഡിലുള്ള ഈ കൈനറ്റോകോറിലേക്കാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുക. അത് അറ്റാച്ച് ചെയ്തിട്ട് ഇക്വേറ്റർ മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് ഈ ക്രോമസോം എല്ലാം അലൈൻ ചെയ്ത് നിൽക്കും. ഇതാണ് മെറ്റാഫേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ മെറ്റാഫേസ് എല്ലാം ഇക്വേറ്ററിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫേസിൽ ക്രോമാറ്റിനൊക്കെ ക്രോമസോമായി, സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം സെൻട്രോമിയറിലേക്ക് വന്ന് കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്ത് മെറ്റാഫേസ് ആകുമ്പോഴത്തേക്കും ഈ ക്രോമസോം എല്ലാം ഇതുപോലെ അലൈൻ ചെയ്ത് നിൽക്കുന്നത് കാണാം. പ്രാക്ടിക്കൽ എക്സാമിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുക. ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെക്കണം. ഇനി അനാഫേസ് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫേസ്. ലോങ്ങസ്റ്റ് ഫേസ് ഏതായിരുന്നു? പ്രോഫേസ് ആയിരുന്നു. ഷോർട്ടസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അനാഫേസ് ആണ്. ഈച്ച് ക്രോമസോം അറേഞ്ച്ഡ് അറ്റ് ദി മെറ്റാഫേസ് പ്ലേറ്റ് സ്പ്ലിറ്റ് സൈമൾട്ടേനിയസ്ലി ആൻഡ് 2 ഡോട്ടർ ക്രോമാറ്റിഡ്സ് നൗ റെഫർഡ് ടു ആസ് ഡോട്ടർ ക്രോമസോംസ്. ഇവിടെ 2 ഭാഗമായിട്ടായിരുന്നു സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൈനറ്റോകോറിൽ. ഇനി എന്താ സംഭവിക്കുക? ഈച്ച് ക്രോമസോം അറേഞ്ച്ഡ് at the metaphase plate split simultaneously. ഇനി ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. സ്പ്ലിറ്റ് സൈമൾട്ടേനിയസ്ലി. Chromatid begin their migration towards the opposite plate. Centromere of each chromosome remain directed towards the pole. Hence, arms of chromosome trailers behind. ഇത് സ്പ്ലിറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് ഓപ്പോസിറ്റ് പോളിലേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ പറ്റും. സ്പ്ലിറ്റായി രണ്ടും ഓപ്പോസിറ്റ് പോളിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാം. ഈ ഫേസ് ആണെന്ത്? അനാഫേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഫേസ്. ആ ക്രോമസോമിൻ്റെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുന്നു. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾ. ഓരോ ക്രോമസോം, ഇങ്ങനെയായിരുന്നു ക്രോമസോം ഉണ്ടായിരുന്നത്, അതിൻ്റെ സിംഗിൾ ക്രോമാറ്റിഡ്സ് എന്താകുന്നു? സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് അനാഫേസിൽ സംഭവിക്കുന്നത്. ഈ ഡയഗ്രാം നല്ല പോലെ ഓർത്ത് വെക്കുക. കാരണം ഡയഗ്രാം തന്നിട്ട് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ ഫേസിൽ നടക്കുന്ന ഫീച്ചേഴ്സ് എഴുതാനുമാണ് നിങ്ങളോട് ചോദിക്കുക. റെഡി? ഇനി ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് telophase ആണ്. At the beginning of final stage of karyokinesis, telophase chromosome have reached their respective poles, decondense and lose their individuality. telophase എന്ന് പറയുന്നതാണ് കാരിയോകൈനസിന്റെ ലാസ്റ്റ് ഫേസ്. ലാസ്റ്റ് ഫേസ് ഓഫ് കാരിയോകൈനസിസ്. ഇതാണ് ലാസ്റ്റ് ഫേസ്. At the beginning of final stage of karyokinesis, telophase chromosome that have reached their respective pole decondense and lose their individuality. അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡീകണ്ടൻസ് ചെയ്യും. ഡീകണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോം ആയിരുന്നിട്ടുള്ളത് വീണ്ടും എന്ത് സംഭവിക്കും? നൂല് പരുവത്തിലേക്കാകും. ഇൻഡിവിജ്വൽ ക്രോമസോം can no longer be seen and each set of chromatin material tend to collect each other to 2 poles. Chromosome cluster at opposite spindle poles and the identity rows as discrete element. Nuclear envelope develop around the chromosome cluster at each pole forming 2 daughter nuclei. Nucleolus Golgi complex endoplasmic reticulum reform.
അപ്പം ടീലോഫേസ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ക്രോമസോംസ് ക്ലസ്റ്റർ അറ്റ് ദി ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾ, ദെയർ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് എലമെന്റ്. ആ കണ്ടൻസേഷൻ ഒക്കെ ഡീകണ്ടോസ് ചെയ്ത് ബാക്കി ക്രൊമാറ്റിനായി മാറാൻ തുടങ്ങും. ന്യൂക്ലിയർ എൻവലപ്പ് തിരിച്ചു വരും, ന്യൂക്ലിയോളസ് തിരിച്ചു വരും, ഗോൾഗി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആ ഡിസപ്പിയർ ആയ സെൽ ഓർഗനൽസ് ഒക്കെ തിരിച്ച് റീഫോം ചെയ്യും. അപ്പോൾ ടീലോഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് ഒരൊറ്റ സെല്ലായിട്ട്, പക്ഷേ ആ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുന്ന പോലെ നിൽക്കുന്നതായിട്ട് കാണാം. ഇതാണ് ടീലോഫേസിൻ്റെ സ്ട്രക്ചർ. ഇപ്പം തന്നെ മനസ്സിലേക്ക് പതിപ്പിച്ചു. സോ ഇതാണ് ടീലോഫേസിൻ്റെ സ്ട്രക്ചർ. ഇതാണ് അനാഫേസിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് മെറ്റാഫേസിൻ്റെ സ്ട്രക്ചർ. ആൻഡ് ദിസ് ഈസ് ദി പ്രോഫേസ് സ്ട്രക്ചർ. ഏർലി പ്രോഫേസും ലേറ്റ് പ്രോഫേസും ഉണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കാം. ഇനി ടീലോഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ? സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ആണ്. Mitosis is accomplished not only the segregation of duplicated chromosome into daughter nuclei, but the cell itself is divided into 2 daughter cells by separation of cytoplasm called cytokinesis, at the end of which cell division gets completed. അപ്പോൾ ഇവിടെ നടക്കുന്നത് സെല്ല് ഡിവൈഡ് ചെയ്യുക എന്നാണ്. 2 രീതിയിലാണ് സൈറ്റോകൈനസിസ് നടക്കുക. ആനിമൽ സെല്ല് വേറെ, പ്ലാന്റ് സെല്ല് വേറെ. ആനിമൽസിൽ അപ്പിയറൻസ് ഓഫ് ഫറോ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ വിച്ച് ഡീപെൻഡ്സ് ആൻഡ് ജോയിൻ ഇൻ ദ സെൻറ്റർ ഡിവൈഡിങ് ദ സെൽ സൈറ്റോപ്ലാസം. നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ 2 ഫറോ ഉണ്ടാകും, അത് സെൻറ്ററിലേക്ക് വരും, എന്നിട്ട് എന്താകും? പുതിയ 2 സെല്ലായി മാറും. ഇങ്ങനെയാണ് ആനിമൽ സെല്ലിൽ സൈറ്റോകൈനസിസ് നടക്കുക. ഓക്കെ. ഇനി പ്ലാന്റ് സെല്ലിലാണെങ്കിലോ formation of new cell wall begin with formation of simple precursor cell plate which represent the middle lamella between the walls of 2 adjacent cell. പ്ലാന്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. സെൻറ്ററിൽ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടന്നിട്ട് സെൽ വോള് മിഡിൽ ലാമെല്ല ഫോം ചെയ്യുന്ന ഭാഗത്തേക്കായിട്ട് എന്ത് ചെയ്യുന്നു? ആ മിഡിൽ ലാമെല്ലിൻ്റെ രൂപം നടന്ന് പിന്നെ സെല്ല് 2ഉം സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് 2 കൈൻഡ്. അപ്പം ഓർത്ത് വെക്കുക, ആനിമൽ സെല്ലിലാണെങ്കിൽ ഫറോ ഫോം ചെയ്യുന്നു പ്ലാസ്മ മെംബ്രെയിനിൽ, എന്നിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക. പ്ലാന്റിലാണെങ്കിലോ സെൽ പ്ലേറ്റ് ഫോം ചെയ്തിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക. സോ അറ്റ് ദി time of cytoplasmic division, organelles like mitochondria and plastids get distributed between 2 daughter cells. Cytoplasm divide ചെയ്യുന്നു. ഓർഗനൽസ് മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? 2 ഡോട്ടർ സെല്ലിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സം ഓർഗാനിസം കാരിയോകൈനസിസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ് വിച്ച് ഫോം മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ അറൈസ് ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് സിൻസിൻഷ്യം ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്. ചില കേസിൽ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യില്ല. അതായത് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ, ന്യൂക്ലിയസ് തന്നെ ഒരു സെല്ലിൽ നിൽക്കുന്ന കാണാം. അതാണ് നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിലൊക്കെ കാണുന്നത്. അതായത് സെല്ല് വോള് ഫോം ചെയ്യില്ല, പകരം ഒരു സെല്ലിൽ തന്നെ കുറേ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷനും നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് എന്ത്? നമ്മുടെ മൈറ്റോസിസ് ഡിവിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻ്റർഫേസ് പഠിച്ചു, എം ഫേസ് പഠിച്ചു. എം ഫേസിൽ തന്നെ കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്, ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും കഴിഞ്ഞു. സോ ഇത്രയുമാണ് നമ്മുടെ മൈറ്റോസിസ് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്താണ് മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എസെൻഷ്യൽ ഫോർ സെൽ ടു ഡിവൈഡ് റീസ്റ്റോർ ദ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. സെല്ല് ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ നിലനിർത്താൻ സഹായിക്കുന്നു. മൾട്ടി സെല്ലുലാർ നമ്മൾ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? സെല്ല് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഗ്രോത്ത് നടക്കുന്നു. മെയിൻ്റെനൻസ് ഓഫ് ക്രോമസോം നമ്പർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. റിപ്പയർ ആൻഡ് വൂണ്ട് ഹീൽ, അല്ലേ? റിപ്പയർ ചെയ്യുന്നു. ഒരു സെല്ല് ഡാമേജ് ആയാൽ അത് റിപ്പയർ ചെയ്ത് വൂണ്ട് ഹീലിങ്ങിനും സഹായിക്കുന്നതും ഈ മൈറ്റോസിസ് ഡിവിഷൻ ഉള്ളത് കൊണ്ടാണ്. റീപ്ലേസ്മെൻറ്റ് ഓഫ് സെൽ ഓഫ് ലൈനിങ് ഓഫ് ദ ഗട്ട് ആൻഡ് ബ്ലഡ് സെൽ, ഗട്ടിലും അതുപോലെ ബ്ലഡ് സെല്ലൊക്കെ റീപ്ലേസ്മെൻറ്റ് നടക്കുന്നതും ഈ മൈറ്റോസിസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് ബിക്കോസ് ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇൻ ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എപ്പിക്കൽ ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. പ്ലാന്റ്സിൻ്റെ കേസിൽ എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യുന്നതാണ്, ആക്റ്റീവ് സെൽ ഡിവിഷൻ നടക്കുന്നതാണ്. അവിടെയൊക്കെ കണ്ടിന്യൂസ് ഗ്രോത്ത് നടക്കാൻ സഹായിക്കുന്നതും ഇതേ സെൽ ഡിവിഷൻ തന്നെയാണ്. സോ മൈറ്റോട്ടിക് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നതിന് ഇത്രമേൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നോക്കി, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്, ഐഡന്റിഫൈ ദ സ്റ്റേജ്. ഏതായത്? ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുന്നത് അനാഫേസ് ആണ്. അതിലെ 2 ഫീച്ചേഴ്സ് എന്താ? സെൻട്രോമിയർ സ്പ്ലിറ്റ്, ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്, ക്രൊമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾ.
ഇതുപോലെ 3 സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓരോ ഫേസിൻ്റെയും പഠിച്ചു വെക്കാം. മൈറ്റോസിസ് ഇസ് ഓഫൺ സെഡ് ആസ് ഇക്വേഷണൽ ഡിവിഷൻ. വൈ? മൈറ്റോസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇക്വേഷണൽ ഡിവിഷൻ ആയിട്ടാണ് പറയുന്നത്. So the number of chromosome in the parent and progeny cell is the same. Mitosis result in the production of daughter cell with identical genetic characteristic to parent cell. Growth of multicellular organism is due to mitosis. മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷണൽ ഡിവിഷൻ ആണെന്ന് പറയാനുള്ള കാരണം നമ്പർ ഓഫ് ക്രോമസോംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലേ? പ്രോജനിയിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡന്റിഫിക്കൽ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക് ടു പാരന്റ് സെൽ. ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഇസ് ഡ്യൂ ടു മൈറ്റോസിസ്. നമുക്ക് ഗ്രോത്ത് നടക്കുന്നതും ഇതേ മൈറ്റോസിസ് ഡിവിഷൻ ഉള്ളത് കൊണ്ടാണ്. Then certain stages in cell cycle are given below: karyokinesis, prophase, cytokinesis, metaphase. Choose the statement from the given below matched with these stages. Centromere split, chromosome move to opposite pole. ഏതാണ്? അനാഫേസ് ആണ്. ക്രോമസോം ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് പോൾ ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾ അറൗണ്ട്. അസംബിൾ ചെയ്യുന്നത് എപ്പോഴാണ്? ടീലോഫേസിലേക്കാണ്. ദെൻ ക്രോമസോം സീം ടു ബി 2 ക്രോമാറ്റൈഡ് അറ്റാച്ച്ഡ് അറ്റ് ദി സെൻട്രോമിയർ. അത് പ്രോഫേസിലാണ് അറ്റാച്ച് ചെയ്യുന്നത് സെൻട്രോമിയറിൽ. അറേഞ്ച് അറ്റ് ദി സ്പിൻഡിൽ ഇക്വേറ്റർ മെറ്റാഫേസ് ആണ്. സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോം. ഡോട്ടർ ക്രോമസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതവിടെ പ്രത്യേകിച്ച് പറയുന്നില്ലല്ലേ. കാരിയോകൈനസിസ്, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം സൈറ്റോകൈനസിസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫേസ് തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. സോ മൈറ്റോസിസ് കഴിഞ്ഞു. അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു ഫേസ്, മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് എന്ന് പറയുമ്പോൾ മൈറ്റോസിസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. കുറേ സ്റ്റേജസ് നമുക്കുണ്ട്. അതുകൊണ്ട് ഓരോ ഘട്ടവും നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കണം. മീൻസ് ആ ഓരോ സ്റ്റേജസിലും വരുന്ന ഡയഗ്രാം കൂടെ തന്നെ വരച്ച് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ക്ലിയർ ആകും. ഈ മൈറ്റോസിസിൽ നിന്ന് മിയോസിസിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷണൽ ഡിവിഷൻ ആയിരുന്നു, ഇരട്ടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് പകുതിയാവുന്നു. എന്നാൽ ഈ മിയോസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഈ ടേം ഇപ്പം തന്നെ ഓർത്ത് വെക്കണം. ഇത് റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് നമ്മൾ പറയാം. എന്തുകൊണ്ട് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാനുള്ള കാരണം, ഒരു 46 ക്രോമസോം ഉള്ള സെല്ല് ഡിവൈഡ് ചെയ്ത് മിയോസിസ് നടന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിനുണ്ടാവുന്നത് 4 സെല്ല്. ഒരു സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ 4 ഡോട്ടർ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 4 ഡോട്ടർ സെല്ലിലും 23 ഇങ്ങനെ റിഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് കണ്ടീഷനെ മാറി അതൊരു ഹാപ്ലോയിഡ് കണ്ടീഷനായിട്ട് മാറുന്നു. 2n എന്തായി മാറുന്നു? n കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ 46 ക്രോമസോമിനെ പകുതിയാക്കി മാറ്റുന്ന ഡിവിഷനെയാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. ആ ഡിവിഷനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. സോ സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസസ് ദ ക്രോമസോം നമ്പർ ബൈ ഹാഫ് റിസൾട്ടിങ് ഇൻ ഫോർമേഷൻ ഓഫ് 4 ഹാപ്ലോയിഡ് സെൽ. അതാണ് മിസ് ഇപ്പോൾ പറയുന്നത്. 4 സെല്ലാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സെല്ല് മിയോസിസ് ചെയ്ത് കഴിയുമ്പോൾ 4 ഡോട്ടർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഡ്യൂറിങ് ഗെമറ്റോജെനസിസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗെമറ്റീസ്. ഇതെപ്പോഴാണ് ഉണ്ടാവുന്നത്? റീപ്രൊഡക്ഷൻ്റെ സമയത്ത്. റീപ്രൊഡക്ഷന് വേണ്ടി ഗമേറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ്, ഹാപ്ലോയിഡ് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. Meiosis ensures the production of haploid phase in life cycle of sexually reproducing organism, whereas fertilization restore the diploid phase. എന്തുകൊണ്ടാണ് ഇവരെ പകുതിയാക്കുന്നത്? കാരണം ഫാദറിൽ നിന്നും 46 ക്രോമസോം ഉള്ള സെല്ല് ഡിവൈഡ് ചെയ്ത് 23 ക്രോമസോം ഉള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ മദറിലെ ഗമേറ്റ് സെല്ല് 46 ഡിവൈഡ് ചെയ്ത് എഗ്ഗ് ഉണ്ടാവുന്നു. എഗ്ഗിലും 23 ഉണ്ടാവുന്നത്. പിന്നീട് ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന സൈഗോട്ടിന് എന്ത് വേണം? 46 ക്രോമസോം വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേമിലും എഗ്ഗിലും പകുതിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴേ സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്താൽ സൈഗോട്ടിൽ 46 തന്നെ
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെർട്ടിലൈസേഷനിൽ ഇത് ഡിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഗമേറ്റ് സെല്ല് നമ്മൾ ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ മിയോസിസ് നടക്കുന്നത്. ഇൻവോൾവ് 2 സീക്വൻഷ്യൽ സൈക്കിൾ ഓഫ് ദ ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ കോൾഡ് മിയോസിസ് 1, മിയോസിസ് 2, ബട്ട് ഓൺലി എ സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇവിടെ 2 ഫേസാണ് നടക്കുന്നത്. മിയോസിസിൽ 2 ഫേസ് ഉണ്ട്. ഒന്ന് മിയോസിസ് 1, ഒന്ന് മിയോസിസ് 2. ഇങ്ങനെ 2 ഫേസ്, 2 ഘട്ടമാണ് നടക്കുന്നത്. മിയോസിസ് 1 ഇനീഷ്യേറ്റഡ് ആഫ്റ്റർ പാരന്റൽ ക്രോമസോംസ് ഹാവ് റെപ്ലിക്കേറ്റഡ് ടു പ്രൊഡ്യൂസ് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എസ് ഫേസ്. ഇന്റർഫേസ് ഒക്കെ നടന്നു കഴിഞ്ഞ് ക്രോമാറ്റിഡ്സ് റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എസ് ഫേസിലേക്ക് പോവുകയാണ്. മിയോസിസ് ഇൻവോൾവ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2. മിയോസിസ് 2 കഴിയുമ്പോഴത്തേക്കും 4 ഹോമസോംസ്, 4 സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് മിയോസിസിൽ എന്ത് നടക്കുന്നു? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആൻഡ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ക്രോസിംഗ് ഓവർ വരുന്നത് ഇവിടെയാണ്. ഓർത്ത് വെച്ചോളൂ സ്റ്റെപ്പ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് തന്നെ പഠിച്ചു വെച്ചു. മിയോസിസിനെ 2ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. മിയോസിസ് 1, മിയോസിസ് 2. മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷനാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ് 1 നടക്കുന്നത്. മിയോസിസ് 2 നമ്മൾ മൈറ്റോസിസ് തന്നെയാണ് കാണുക. കാരണം ദാറ്റ് ഈസ് സെയിം ആസ് മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ. അപ്പം മിയോസിസ് 1 ആണ് ഇവിടെ വ്യത്യാസമായിട്ട് നമ്മൾ പഠിക്കുന്നത്. മിയോസിസ് 2 സെയിം നമ്മൾ നേരത്തെ പഠിച്ച മൈറ്റോസിസിൻ്റെ തന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ് തന്നെയാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്നത് ഇതാ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. ഇതിൽ തന്നെ പ്രോഫേസ് 1 5 വിവിധ ഘട്ടങ്ങളുണ്ട്. ലെപ്റ്റോ, സൈഗോ, പാക്കേറ്റ്, ഡിപ്ലോ, ഡയാകൈനസിസ്. ഓക്കെ, ഈ 5 ഫേസസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. മിയോസിസ് 1 പ്രോഫേസിൽ 5 സബ് ഡിവിഷൻസ് ഉണ്ട്. ലെപ്റ്റോ, സൈഗോ, പാക്കൈ, ഡിപ്ലോ, ഡയാകൈനസിസ്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മിയോസിസ് 1 പ്രോഫേസ് 1, ലോങ്സ്റ്റ് ഫേസ് ആൻഡ് മോർ കോംപ്ലക്സ് വെൻ കമ്പയർഡ് ടു പ്രോഫേസ് ഓഫ് മൈറ്റോസിസ്. ഫർദർ സബ് ഡിവൈഡഡ് ഇൻറ്റു 5 ഫേസസ് ബേസ്ഡ് ഓൺ ദി ക്രോമസോമൽ ബിഹേവിയർ. ഇതാണ് ലോങ്ങസ്റ്റ് ഫേസ് ആൻഡ് മോർ കോംപ്ലക്സ് ഫേസ് എന്ന് പറയുന്നത് മിയോസിസ് 1 ആണ്. ഇനി ഇവിടെ 5 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ഘട്ടം ലെപ്റ്റോട്ടീൻ ആണ്. ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രൊമാറ്റിൻ ഒക്കെ മാറി ക്രോമസോം ആയിട്ട് മാറും. നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. കോമ്പാക്ഷൻ ഓഫ് ക്രോമസോം കണ്ടിന്യൂസ്. ഈ നൂല് പരിവുള്ള ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നു? ക്രോമസോമായിട്ട് കണ്ടൻസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് പ്രോഫേസിലെ ലെപ്റ്റോട്ടിൽ നടക്കുന്നുള്ളൂ. സൈഗോട്ടിലേക്ക് വരുമ്പോഴോ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1, homologous chromosomes start pairing. This process of association is called synapsis. ഇത് ഓർത്ത് വെക്കണം. സൈഗോട്ടിനിലാണ് സിനാപ്സിസ് നടക്കുന്നത്. ഓർത്ത് വെക്കണം. പ്രോഫേസില് 2ാമത്തെ സബ് ഡിവിഷൻ ആയിട്ടുള്ള പ്രോഫേസ് 1 ആണ്. മിയോസിസ് 1 പ്രോഫേസ് 1 2ാമത്തെ ഘട്ടമായി സൈഗോട്ടിനിൽ സിനാപ്സിസ് നടക്കുന്നു. അതായത് ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോം ഉണ്ട്. നമ്മുടെ ക്രോമസോമിൽ നമുക്ക് 46 ക്രോമസോം ഉണ്ട്. അതായത് 23 പെയറിംഗ് ആണ്. ഈ 23 പെയറിലെ ഒരു പെയറിൽ ഒരെണ്ണം നമ്മുടെ ഫാദറിൻ്റെ അടുത്തുനിന്നും ഒരെണ്ണം നമ്മുടെ മദറിൻ്റെ അടുത്തുനിന്നും കിട്ടിയതാണ്. അപ്പം ഹോമോലോഗസ് ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ്. ദിസ് പ്രോസസ് ഓഫ് അസോസിയേഷൻ ഈസ് കോൾഡ് സിനാപ്സിസ്. കണ്ടോ, ഇങ്ങനെയുള്ള 2 ഡിഫറെൻറ്റ് ക്രോമസോംസ് അത് തമ്മിൽ സിനാപ്സിസ് നടക്കുന്നു. സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ക്രോമസോമൽ സിനാപ്സിസ് അക്കമ്പനീഡ് ബൈ ഫോർമേഷൻ ഓഫ് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ്. ഇങ്ങനെ ഞാനൊരു വേറെ കളർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവർ 2 പേരും തമ്മിൽ പെയറിങ് നടക്കും. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സിനാപ്സിസ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിനെ നമ്മൾ പറയുന്നത് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് എന്നാണ്. സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് എന്നാണ്. അപ്പോൾ സൈഗോട്ടിനിലാണ് സിനാപ്സിസ് നടക്കുന്നത്. സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും സൈഗോട്ടിനിലാണ്. റെഡി? യെസ്. കോംപ്ലക്സ് ഫോംഡ് ബൈ എ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോം ഇസ് കോൾഡ് ബൈവാലന്റ് ഓർ ടെട്രാഡ്.
ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോം ഇസ് കോൾഡ് ബൈവാലന്റ് ഓർ ടെട്രാഡ്. ഇത് നമ്മൾ പറയുന്നത് ബൈവാലന്റ് ഫോം ചെയ്യുന്നു എന്നാണ്. മൂന്നാമത്തെ ഫേസ് പാക്കറ്റീൻ ആണ്. ഈച്ച് പെയർ ഓഫ് സിനാപ്സ്ഡ് ക്രോമസോം ഇസ് ക്ലിയർലി വിസിബിൾ ആസ് ടെട്രാഡ്. അല്ലേ, ഇങ്ങനെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ടെട്രാഡ് ഫോം ചെയ്യുന്നുണ്ട്. 4 ക്രോമാറ്റിഡ്സ് കാണാം. Each bivalent chromosome become distinct and clear. Stage is characterized by appearance of recombinant nodule. Crossing over occur between non-sister chromatid of homologous chromosome. പാക്കറ്റിനിലാണ് എന്ത് സംഭവിക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ occur between these non-sister chromatids. Crossing over is also an enzyme-mediated process. Enzyme involved is recombinase. Enzyme പഠിച്ചു വെക്കണേ, 1 മാർക്കിന് ചോദിക്കും. ഈ റീകോംബിനേസ് എന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും പെയർ ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ, ഇവരെന്തായി മാറും? ക്രോസിംഗ് ഓവർ നടക്കും. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നു, കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് 2 ഡിഫറെൻറ്റ് ക്രോമസോം. അപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ സെല്ല്, ഓക്കെ, ഇത് എൻ്റെ ബോഡിയാണ് എങ്കിൽ എൻ്റെ ബോഡിയിലുള്ള 46 ക്രോമസോമിലെ ഒരു ക്രോമസോം സെറ്റ്, അതായത് 23 ജോഡിയാണുള്ളത്. അതിൽ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അവർ തമ്മിൽ ഈ ക്രോമസോം പെയറിങ് നടക്കുന്നു. സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്ത് ഇവർ 2 പേരും ക്രോസിംഗ് ഓവർ നടക്കുന്നു. ഈ എക്സ് ഫോമേഷൻ കണ്ടല്ലോ, ഒരു എക്സ് ഫോമേഷൻ കാണാം. So, recognition by dissolution of synaptonomal complex, a separation of homologous chromosomes except at a site of crossing over. X-shaped structures are called chiasmata. ഈ എക്സ് ഷേപ്പ് ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് chiasmata എന്ന് പറയുന്നത്. In oocytes of some vertebrate, diplotin can last for months or years. അപ്പം ക്രോസിംഗ് ഓവർ നടക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? പാക്കറ്റിനാണ്. എന്നാൽ കയാസ്മ, എക്സ് ഷേപ്പായിട്ടുള്ള കയാസ്മ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഡിപ്ലോട്ടിനിലാണ്. അപ്പം ഇതുപോലെ കയാസ്മ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് ഇപ്പം എന്തൊക്കെ കഴിഞ്ഞു? ലെപ്റ്റോട്ടിൻ കഴിഞ്ഞു, സൈഗോട്ടിൻ കഴിഞ്ഞു, പാക്കറ്റിൻ കഴിഞ്ഞു, ഡിപ്ലോട്ടിൻ കഴിഞ്ഞു, ഡയാകൈനസിസിലേക്ക്. അപ്പോൾ ഡിപ്ലോട്ടിനിലാണ് കയാസ്മേറ്റ ഫോം ചെയ്തത്. ഡയാകൈനസിസ് നടക്കുമ്പോൾ എന്താണ്? ഫൈനൽ സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് 1 ഫൈനൽ സ്റ്റേജ് ആണ്. മാർക്ഡ് ബൈ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ. ഈ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് കാണിച്ചു തരാം. ഇപ്പം ക്രോമസോമിൽ എന്താ സംഭവിച്ചതെന്ന് മിസ് പറഞ്ഞു തരാം. കയാസ്മ രണ്ടും എക്സ് ഷേപ്പായി നിന്നത് മാറി ടെർമിനലൈസേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമുക്കിതുപോലെ 2 ഡിഫറെൻറ്റ് ക്രോമസോം, രണ്ടും പെയറിങ് നടന്നു കഴിഞ്ഞാൽ ജീനിൻ്റെ ഭാഗങ്ങൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്രോമസോം പെയർ നമുക്ക് കിട്ടും. So, chromosome fully condensed meiotic spindle is assembled to prepare homologous chromosome for separation. By the end of diakinesis, nucleolus disappear, nuclear envelope breakdown, diakinesis represents transition to metaphase. ഡയാകൈനസിസിലാണ് ന്യൂക്ലിയർ എൻവലപ്പ് പോകും, ന്യൂക്ലിയോലിസ് പോകും, ബാക്കി സെൽ ഓർഗൻസ് ഒക്കെ ഡിസപ്പിയർ ആകും. അങ്ങനെ ഈ ഒരു കണ്ടീഷനിലായിരിക്കും ക്രോമസോം ഉണ്ടാവുക. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഫ്രാഗ്മെന്റ് ചെയ്ത് ഡിസപ്പിയർ ചെയ്യും. പിന്നെ നേരെ മെറ്റാഫേസ് 1 പോകും. ഈ 2 ആംസും കൈമാറിയ ആൾക്കാരുണ്ടല്ലോ, ഈ 2 ആംസും കൈമാറിയ ആൾക്കാരെല്ലാം കൂടെ ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ വന്ന് നിൽക്കും. ഇതാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ബൈവാലന്റ് ക്രോമസോം അലൈൻ ഓൺ ദി ഇക്വിറ്റോറിയൽ പ്ലേറ്റ്, മൈക്രോട്യൂബ്യൂൾ ഫ്രം ദ ഓപ്പോസിറ്റ് പോൾ ഓഫ് സ്പിൻഡിൽ അറ്റാച്ച് ടു കൈനട്ടോകോർ ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഇവരെന്ത് ചെയ്യും? കൈനട്ടോകോറിലേക്ക് വരും, എന്നിട്ടോ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്നതിനെ എന്ത് ചെയ്യും?
സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും. ദെൻ അനാഫേസ് 1 ആകുമ്പോഴോ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് വൈൽ സിസ്റ്റർ ക്രൊമാറ്റിഡ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദി സെൻട്രോമിയർ. ഹോമോലോഗസ് ക്രോമസോംസ് 2 സെപ്പറേറ്റ് ചെയ്യും, പക്ഷെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അവിടെ നിൽക്കും. ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ആകുള്ളൂ, ഇവരായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ ക്രോമസോംസ് എല്ലാം സെപ്പറേറ്റ് ആയി. ഇങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് കൊണ്ടുപോയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തു. അതാണ് അനാഫേസ് 1. ടീലോഫേസ് 1 ആകുമ്പോഴത്തേക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോളസ് റീഅപ്പിയർ. ടീലോഫേസ് ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. സൈറ്റോകൈനസിസ് ഫോളോ ചെയ്യുന്നു. മെനി കേസസ് ക്രോമസോം ഡു അണ്ടർഗോ സം ഡിസ്പെർഷൻ. ദേ ഡു നോട്ട് റീച്ച് എക്സ്ട്രീംലി എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് ഓഫ് ഇന്റർഫേസ്. അങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന 2 നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, അതായത് ഹോമോലോഗസ് പെയറിൽ സെപ്പറേറ്റ് ആയി ഇങ്ങനെ 2 ഡിഫറെൻറ്റ് സെല്ലായിട്ട് മാറുന്നതാണ് ടീലോഫേസ്. ഇനിയാണ് മിയോസിസ് 2യിലേക്ക് പോകുന്നത്. മിയോസിസ് 2യിലേക്ക് പോകുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിലൊരു ഫേസ് ഉണ്ട്, അതിനെയാണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ. മിയോസിസ് 1ൻ്റെയും മിയോസിസ് 2ൻ്റെയും ഇടയിലുള്ള ഫേസിനെ നമ്മൾ പറയുന്നത് ഇന്റർകൈനസിസ് എന്നാണ്. ജനറലി ഷോർട്ട് ലിവ്ഡ് ആണ്. ദർ ഇസ് നോ DNA replicating during interkinesis. Interkinesis is followed by prophase 2, a much simpler prophase than prophase 1. ഇന്റർകൈനസിസ് എന്ന് പറയുന്നത് പ്രോഫേസ് 2 കഴിഞ്ഞ് മറ്റൊരു സിമ്പിൾ പ്രോഫേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ മിയോസിസ് 2യിലേക്ക് വരുമ്പോൾ സിമിലർ ടു മൈറ്റോസിസ് തന്നെയാണ്. ഇവിടെ സെയിം മൈറ്റോസിസ് ആണ്. ഇക്വേഷണൽ ഡിവിഷൻ നടക്കും. മെയിൻറ്റെനൻസ് ഓഫ് ക്രോമസോം നമ്പർ. മിയോസിസ് 2 ഈസ് ഇനീഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനസിസ്, യൂഷ്വലി ബിഫോർ ക്രോമസോം ഹാവ് ഫുള്ളി ഇലോങ്ങേറ്റഡ്. ഇപ്പം നേരെ ഡിവൈഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പം 46 മാറി 23 ക്രോമസോം ആയിട്ടാണ് നിൽക്കുന്നത് ആഫ്റ്റർ മിയോസിസ് 1. ഇനി മിയോസിസ് 2 നടക്കാൻ പോവാണ്. മിയോസിസ് 2 നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇത് ഡബിൾ ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായി? 46 എന്നിട്ട് നോർമൽ മൈറ്റോസിസ് നടക്കും. അപ്പോൾ എന്തായി? 23 ഇങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത്. മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷൻ നടന്നു, 23 ഫോം ചെയ്തു. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ അത് സെയിം ആസ് ഈക്വൽ ടു മൈറ്റോസിസ് ആണ്, ഇരട്ടിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്നത് വീണ്ടും 23 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ? പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. ക്രോമസോം വീണ്ടും എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ള നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിലേക്ക് എന്ത് ചെയ്യും? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അവരെ വീണ്ടും എന്ത് ചെയ്യും? ഇക്വേറ്ററിൽ അലൈൻ ചെയ്യും. മൈക്രോട്യൂബ്യൂൾസ് ഫോം ഓപ്പോസിറ്റ് പോളർ സ്പിൻഡിൽ ഗെറ്റ് അറ്റാച്ച് ടു കൈനറ്റോകോർ. സ്പിൻഡിൽ ഫൈബറിൽ അറ്റാച്ച് ചെയ്യും കൈനറ്റോകോറിൽ. എന്നിട്ട് എന്ത് ചെയ്യും? ഇക്വേറ്ററിലേക്ക് അലൈൻ ചെയ്യും. അനാഫേസ് 2യിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അല്ലേ, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. ബിഗിൻ വിത്ത് സൈമൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം holding sister chromatids together, allow them to move toward opposite polar cell by shortening of microtubule. നേരത്തെ ഇതുപോലെ ഇരുന്ന ഹോമോലോഗസ് ക്രോമസോമിനെയാണ് സെപ്പറേറ്റ് ചെയ്തത് അല്ലേ? ഇനി സെപ്പറേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇപ്പം രണ്ടും ഡിഫറൻസ് അല്ലായല്ലോ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പം ഈ ഓരോ ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് മിയോസിസ് 2യിൽ നടക്കുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകും. അനാഫേസ് 2 ആകുമ്പോഴത്തേക്കും ഓരോന്ന് ഓപ്പോസിറ്റ് പോളിലെത്തും. ടീലോഫേസ് ആകുമ്പോഴത്തേക്കും മിയോസിസ് എൻഡ് വിത്ത് ടീലോഫേസ് 2. Two group of chromosome once again get enclosed by a nuclear envelope. Cytokinesis follow, resulting in the formation of 4 haploid cell. അപ്പം നേരത്തെ 2 എണ്ണമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമുക്ക് 4 ഡോട്ടർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 4 ഡോട്ടർ സെൽസും എന്താണ്? ഹാപ്ലോയിഡ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. കാരണം എന്താ? 2 ഡിവിഷൻ നടന്നതുകൊണ്ട് ഇവിടെ ടീലോഫേസ് 2 ആകുമ്പോഴത്തേക്കും ഹാപ്ലോയിഡ് ക്രോമസോമേ ഉള്ളൂ, 23 സെറ്റ്, പകുതി ക്രോമസോമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് മിയോസിസ് 2. ദാറ്റ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദി മൈറ്റോസിസ്.
ഇങ്ങനെയാണ് മിയോസിസ് നടക്കുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഫോർമേഷൻ ഓഫ് ഗമേറ്റ് ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസംസിൽ ഗമേറ്റ് ഫോം ചെയ്യണമെങ്കിൽ മിയോസിസ് വേണം. ജനറ്റിക് വേരിയബിലിറ്റി, ക്രോസിങ് ഓവർ നടക്കുന്നത് കൊണ്ട് നമുക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ക്യാരക്ടറിൽ നിന്നും ഡിഫറൻസസ് കൊണ്ടുവരാം, ജനറ്റിക് വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും. മെയിൻറ്റെനൻസ് ഓഫ് ക്രോമസോം നമ്പർ ബൈ റെഡ്യൂസിങ് ക്രോമസോം നമ്പർ ബൈ ഹാഫ് ഇൻ ഗമേറ്റ്. ക്രോമസോം നമ്പർ ഇസ് റീസ്റ്റോർഡ് ബൈ ഫെർട്ടിലൈസേഷൻ ഓഫ് ഗമേറ്റ്. ഇവിടെ ഈ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹാപ്ലോയിഡ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അത് സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ വീണ്ടും 46 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റുന്നു. അതാണ് എന്ത്? മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡൻറ്റിഫൈ സബ് സ്റ്റേജസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ഇൻ വിച്ച് ഫോളോയിങ് ഇവൻറ്റ്സ് ടേക്സ് പ്ലേസ്. ഓക്കെ, നമ്മൾ 5 പ്രോഫേസിൽ 5 ഫേസസ് ആണ് പഠിച്ചിരുന്നത്, ഓർക്കുന്നുണ്ടല്ലോ? ഏതൊക്കെയായിരുന്നു? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ് ആണ്. അതൊരിക്കലും മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണത്. സോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ഫേസിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. നമ്മൾ 5 ഫേസാണ് പഠിച്ചത്. അതിൻ്റെ ഓർഡർ തെറ്റിച്ച് ചെന്നിട്ട് ഓർഡർ കറക്റ്റായിട്ട് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. സോ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ ആണ് നടുക്ക് വരുന്നതെന്ന് പഠിച്ചു വെക്കുക, പാക്കറ്റിൻ. സോ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ. രണ്ടാമത്തെ ലാസ്റ്റ് 2 DD ആണ്, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ക്രോസിംഗ് ഓവർ, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ, ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമർ ക്രോമസ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ നടക്കുന്നത് എവിടെയാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഏറ്റവും ലാസ്റ്റ് ഫേസസിലാണ്, ഡയാകൈനസിസ്. ക്രോസിംഗ് ഓവർ നടക്കുന്നതും നമ്മൾ പഠിച്ചതാണ്. ഓരോ ഫേസ് പഠിക്കുമ്പോൾ നമ്മൾ ക്രോസിംഗ് ഓവർ കറക്റ്റായിട്ട് പഠിച്ചതാണ്. ഏത് ഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്? പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഡിപ്ലോട്ടിൻ, പാക്കറ്റിൻ. ദെൻ പെയറിംഗ് എന്നാണ് പഠിച്ചത്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്. ഓക്കെ അല്ലേ? യെസ്. സോ ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ് എങ്കിൽ നമ്മൾ പറഞ്ഞത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം നടക്കുവാണ്. പെയറിംഗ് നടക്കുന്നത് എവിടെയാണ്? പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമർ ക്രോമസ്, അത് ഡിപ്ലോട്ടിനിൽ നടക്കും. ഇത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കാരണം 5 ഫീസ് തന്നിട്ട് നിങ്ങളോട് മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കും. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനിൽ കുറേ വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഹോമോലോഗസ് ക്രോമസോം, അല്ലേ? 2 ഹോമോലോഗസ് ക്രോമസോംസ് ആയിരിക്കും ഇവിടെ നിൽക്കുന്നുണ്ടാവുക. അവർ തമ്മിലുള്ള ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇവിടെ ഈ വരുന്ന എൻസൈം ഏതാ നമ്മൾ പറഞ്ഞിരുന്നു? റീകോംബിനേസ്, അല്ലേ? റീകോംബിനേസ്, അത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ഡിസ്ക്രൈബ് ദി ഫോളോയിങ് ആണ്. സിനാപ്സിസ്, ബൈവാലന്റ്, കയാസ്മേറ്റ. സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ഓവർ, അല്ലേ? ഡ്യൂറിങ് സൈഗോട്ടിൻ ഓഫ് പ്രോഫേസ് 1 stages homologous chromosomes start pairing together. This process is called synapsis. പെയർ ചെയ്യുന്നതിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ബൈവാലന്റ് എന്ന് പറഞ്ഞാലോ കോംപ്ലക്സ് ഫോംഡ് ബൈ പെയർ ഓഫ് സിനാപ്സ് ടു ഹോമോലോഗസ് ക്രോമസോം ഇസ് കോൾഡ് ബൈവാലന്റ് ഓർ ടെട്രാഡ്. സിനാപ്സിസ് നടന്നു കഴിയുമ്പോൾ ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈവാലന്റ് എന്ന് പറയുന്നത്. കയാസ്മാറ്റ എന്ന് പറഞ്ഞാലോ ക്രൂസിംഗ് ഓവർ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന എക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം, അല്ലെ? ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ആ ഫോം ചെയ്യുന്ന എക്സ് ഷേപ്പിനെയാണ് കയാസ്മ എന്ന് നമ്മൾ പറയുന്നത്. സെൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 4 ഫേസ്, G1, S, G2 ആൻഡ് M. റൈറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ടേക്സ് പ്ലേസ്. G1 നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഇന്റർ ഫേസിൽ ഫസ്റ്റ് ഫേസ് ആണ്, അല്ലേ? മൈറ്റോസിസിന് വേണ്ടി ഒരുങ്ങുന്ന ഫേസ് ആണ്. എസ് ഫേസിൽ സിനാപ്സിസ് ആണ് നടക്കുക. G2 ഫേസിൽ എന്താ നടക്കുക? പ്രോട്ടീൻ ഫോർമേഷൻ ആണ്. M ഫേസിൽ ഡിവിഷൻ ആണ്. അത് ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വെക്കാം. ഇനി നെയിം ദ സ്റ്റേജ് ഓഫ് മിയോസിസ് ഡ്യൂറിങ് വിച്ച് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഇസ് ഫോംഡ്. സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഏത് ഫേസിലാണ് എന്നാണ്. ഏത് ഫേസിലാ? സൈഗോട്ടിനിലാണ്. സിനാപ്സിസ് നടക്കുന്നതും സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും സൈഗോട്ടിനിലാണ്. അപ്പം അത് മറന്നു പോകരുത്. സൈഗോട്ടിൻ. ഇനി റൈറ്റ് ദി നെയിം ഓഫ് സബ് സ്റ്റേജ് ഓഫ് പ്രോഫേസ്. എന്തായാലും നിങ്ങളോട് മിയോസിസ് എന്ന് പ്രോഫേസ് എന്നേ ചോദ്യം വരുള്ളൂ കേട്ടോ.
എപ്പോഴും ചോദ്യം വരുന്നത് പ്രോഫേസ് 1-ൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഈ 5 ഫേസ് നല്ല രീതിയിൽ തന്നെ ബയോട്ട് ചെയ്ത് പഠിക്കണം. ഇനി റൈറ്റ് ദ നെയിം ഓഫ് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 വിച്ച് ദ ഫോളോയിങ് ഇവന്റ് ടേക്സ് പ്ലേസ്. എവിടെയൊക്കെയാണ് ഈ ഫേസ് നടക്കുന്നതെന്നാണ്? സിനാപ്സിസ് നടക്കുന്ന ഫേസ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു, സൈഗോട്ടീനിലാണ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ നടക്കുന്നത് എവിടെയാ? ഡയാകൈനസിസിലാണ്. Name the enzyme that catalyze the crossing over, recombinase. What is the significance of crossing over? Induce genetic variation. അല്ലേ, ജെനറ്റിക് വേരിയേഷൻ ഇൻഡ്യൂസ് ചെയ്യാനാണ് ക്രോസിംഗ് ഓവറുടെ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ പറയുന്നത്. ലിസ്റ്റ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസ് നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേഷണൽ ഡിവിഷനാണ്. മിയോസിസ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഡിവിഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഇവിടെ വേരിയേഷൻസ് ഉണ്ടാകും. ക്രോമസോം പിന്നെ ഹാപ്ലോയിഡ് ഗമേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈറ്റോസിസിൽ സെൽ ഗ്രോത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മിയോസിസ് എന്ന് പറയുമ്പോഴോ അത് റീപ്രൊഡക്ഷന് വേണ്ടി ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽ സൈക്കിൾ ചാപ്റ്റർ. ഞാൻ എപ്പോഴും പറയുന്നു, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മിയോസിസിലെ പ്രോഫേസ് 1 തന്നെയാണ്. ഓക്കെ, സോ മിയോസിസ് തന്നെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. അത് കഴിഞ്ഞ് മിയോസിസ് 2-ൽ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. ഈ രീതിയിലാണ് സ്റ്റേജസ് പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മിയോസിസ് ആണ്. മിയോസിസിൽ തന്നെ പ്രോഫേസ് 1-ന്. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മൈറ്റോസിസിൽ മെറ്റാഫേസ്, അനാഫേസ് സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഇത്രയും നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ മക്കളെ. ബൈ ബൈ. താങ്ക് യു.